ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖലയിൽ ദുരന്ത നിവാരണ സംഘത്തിന്റെ സന്ദർശനം. നിലവിൽ നൽകിവരുന്ന മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം ഓണത്തിനു മുൻപ് വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് മലബാർ മേഖലാ കൺവെൻഷൻ. വൈദ്യുതി ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് 4 ജില്ലകളിൽ മാത്രം ഹിയറിംഗ് നടത്താനുള്ള KSEBയുടെ തീരുമാനം അവകാശ ലംഘനമെന്ന് ആം ആദ്മി പാർട്ടി. അധ്യാപകർക്ക് 5 വർഷത്തെ ശമ്പളം നൽകാത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് MK രാഘവൻ MP. ഇടത്തട്ടുകാരുടെ ചൂഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് കാർഷിക മേഖലയിൽ വേണ്ടതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടി കനത്ത നാശനഷ്ടമുണ്ടായ വിലങ്ങാട് മലയോരത്ത് കേന്ദ്ര ദുരന്ത നിവാരണ പഠന സംഘം സന്ദർശനം നടത്തി. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ജനപ്രതിനിധികളും സംഘത്തിലുണ്ടായിരുന്നു. ഉരുൾപൊട്ടി കനത്ത നാശനഷ്ടമുണ്ടായ വിലങ്ങാട് മലയോരത്ത് കേന്ദ്ര ദുരന്ത നിവാരണ പഠന സംഘം ശനിയാഴ്ച സന്ദർശനം നടത്തി. റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ R. പ്രദീപ് കുമാർ, CBRIയിലെ മുഖ്യ ശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ ഡോക്ടർ DP കനുങ്കോ, CBRIയിലെ മുഖ്യ ശാസ്ത്രജ്ഞൻ അജയ് ചൗരസ്യ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ L. കുര്യാക്കോസ്, തിരുവനന്തപുരം സെസ്സിൽ നിന്ന് വിരമിച്ച ശാസ്ത്രജ്ഞൻ G. ശങ്കർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ കൂടെ KSDMA പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ മിഥില മല്ലിക, ഡെപ്യൂട്ടി കളക്ടർ E. അനിതാകുമാരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. സംഘം മഞ്ഞച്ചീളി, വായാട്, പന്നിയേരി, കൂറ്റല്ലൂർ, മാടാഞ്ചേരി, മലയങ്ങാട്, വിലങ്ങാട് ടൗൺ എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത്. EK വിജയൻ MLA, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വടകര തഹസിൽദാർ D. രഞ്ജിത്ത്, ഹെഡ്ക്വാർട്ടർ തഹസിൽദാർ EK ഷാജി തുടങ്ങിയവർ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിലവിൽ നൽകിവരുന്ന മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം ഓണത്തിന് മുൻപ് വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് മലബാർ മേഖലാ കൺവെൻഷൻ. ട്രേഡ് യൂണിയൻ നേതാവ് മനയത്ത് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് മലബാർ മേഖലാ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. മലബാർ മേഖലയിൽ വിവിധ തരത്തിലുള്ള ക്ഷേമനിധികളിൽ അംഗങ്ങളെ ചേർക്കുവാൻ മേഖല കൺവെൻഷൻ തീരുമാനിച്ചു. ചടങ്ങ് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ ഉടമകളുടെയും ഭൂവുടമകളുടെയും ഉന്നത കുലജാതകരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ആണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗവൺമെന്റിന് എതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന്. ഗാന്ധിജി അന്ന് പറഞ്ഞതുപോലെ ഇന്നിവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൽ തൊഴിലാളികളെ വിസ്മരിക്കുന്നു, ഈ രാജ്യത്തിലെ കർഷകരെ വിസ്മരിക്കുന്നു, ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ വിസ്മരിക്കുന്നു, ഈ രാജ്യത്തിലെ സ്ത്രീകളെ വിസ്മരിക്കുന്നു, ഈ രാജ്യത്ത് ദളിതരെ വേട്ടയാടുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തൊഴിലാളി സംസ്കാരത്തിന്റെ ചരടിൽ ഇവരെയെല്ലാം കോർത്തിണക്കി അവകാശബോധത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് സംഘടിത മേഖലയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ അസംഘടിത മേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജിജി തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. രാമദാസ് വേങ്ങേരി, പ്രഭാകരൻ കണ്ണൂർ, AK സതീഷ്, ചന്ദ്രൻ മാസ്റ്റർ, സുമതി, VP സുനിൽകുമാർ, KS ജീവൻ, TV പുഷ്പരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വൈദ്യുതി ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് 4 ജില്ലകളിൽ മാത്രം ഹിയറിംഗ് നടത്താനുള്ള KSEBയുടെ തീരുമാനം ജനങ്ങളുടെ അവകാശത്തെ ലംഘിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി. ഇതിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും ജില്ലാ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. 10 പൈസ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ ഒരു സംസ്ഥാനത്ത് ഒരു മാസം 2 മാസം കൂടി പിരിച്ചെടുക്കുകയാണ്. 100 കോടി രൂപ എക്സ്ട്രാ പിരിച്ചെടുക്കുകയാണ്. ഇതിൽ ജനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും കൃത്യമായ ചോദ്യങ്ങളും വരരുത് എന്ന നിർബന്ധ ബുദ്ധി അധികാരികൾക്കുണ്ട്. അതുകൊണ്ടാണ് തട്ടിപ്പായി നടത്താൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടി ഡോർ ടു ഡോർ സംസ്ഥാനം മൊത്തം നടക്കുകയും അതിന്റെ കൂടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ ഒരു വൈറലായ ഒരു വീഡിയോ, അത് എത്രയോ ലക്ഷങ്ങൾ കണക്കിന് ഷെയർ ചെയ്തു പോയ ഏകദേശം 35-40 ലക്ഷം വ്യൂ ഉള്ള വലിയൊരു വീഡിയോ ആയി മാറുകയും ഒപ്പം ഗ്രൗണ്ടിൽ അതിന്റെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ കൂടിയതാണ് ഈ പ്രചരണം. കേരളത്തിലെ ജനങ്ങൾക്ക് അമിതഭാരം ചുമത്തുന്ന വൈദ്യുതി ചാർജ് വർധനയിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാതെയുള്ള തീരുമാനങ്ങൾ അപര്യാപ്തമാണെന്ന് ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. 4 ജില്ലകളിൽ മാത്രം ഹിയറിംഗുകൾ നടത്താനുള്ള നടപടിക്കെതിരെ പാർട്ടി പ്രതിഷേധിച്ചു. വർധന സൃഷ്ടിക്കപ്പെടുന്ന സാമ്പത്തിക ബാധ്യതകളെയും നയരൂപീകരണത്തെയും കുറിച്ച് അറിയാനുള്ള അവകാശമായി ഓരോ ജില്ലയിലും ഹിയറിംഗുകൾ സംഘടിപ്പിക്കണം. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഹിയറിംഗുകൾ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ AAP ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ദാസ്, സെക്രട്ടറി ഷമീർ KM, ജില്ലാ ട്രെയിനിംഗ് വിംഗ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി, ജില്ലാ ആന്റി കറപ്ഷൻ പ്രസിഡന്റ് അബ്ദുൾ ബാസിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപകർക്ക് 5 വർഷത്തെ ശമ്പളം നൽകാത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് MK രാഘവൻ MP. ശമ്പളം തടഞ്ഞുവച്ച സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ DDE ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. 2016 മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമിതരായി 2021 സർവീസ് മാത്രം പരിഗണിച്ച് 5 വർഷത്തെ ശമ്പളം തടഞ്ഞുവച്ച സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിനിധികൾ കോഴിക്കോട് DDE ഓഫീസിൽ ധർണ നടത്തി. 2016 മുതൽ PSC മുഖാന്തരം നിയമിതരായ അധ്യാപകർക്ക് നാളിതുവരെ യാതൊരു മുടക്കവും കൂടാതെ സർക്കാർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പോന്നിരുന്നു. എന്നാൽ 5000-ഓളം വരുന്ന അതേ ഗണത്തിൽപ്പെട്ട എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ 2016 മുതൽ 2021 വരെയുള്ള കാലയളവ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരുന്നു. ഒരു തൊഴിലാളി സർക്കാരിന്റെ ഭൂഷണമല്ല എന്ന് MK രാഘവൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ഭാഗത്ത് ഇനി 118 വരെ കണ്ടെത്താനുള്ളത് നിങ്ങൾ ആലോചിക്കണം. എത്രയോ കുടുംബങ്ങൾ പോയിരിക്കുന്നു ആലോചിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓണാഘോഷം പോലും വേണ്ടെന്ന് വച്ചിരിക്കുന്നു. അവിടെയാണ് കോഴിക്കോട്ടെ ബേപ്പൂരിൽ ഈ ജലമേളയ്ക്ക് വേണ്ടി ഇന്ന് പത്രം വായിച്ചപ്പോൾ 2,45,00,000 അനുവദിച്ചിരിക്കുന്നു. ഞാൻ വളരെ വിനയപൂർവ്വം ഈ ഗവൺമെന്റിനോട് പറയുന്ന ആ പണമുണ്ടെങ്കിൽ ഈ 7 അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സമരത്തിൽ KATA സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് EV ഇന്ദുലാൽ അധ്യക്ഷത വഹിച്ചു. സമര കോർഡിനേറ്റർ ഷജീർ ഖാൻ വയ്യാനം സ്വാഗതം പറഞ്ഞു. PK അസീസ് മാസ്റ്റർ, PP ഫിറോസ് മാസ്റ്റർ, ഉമ്മർ മാസ്റ്റർ ചെറൂപ്പ, NK ഉണ്ണികൃഷ്ണൻ, സുധീഷ് കേശവപുരി, റാഷിദ് ഹുദവി, നന്ദകുമാർ രാമനാട്ടുകര, മനോജ് കുമാർ രാമനാട്ടുകര, നിത്യ VC എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഇടത്തട്ടുകാരുടെ ചൂഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് കാർഷിക മേഖലയിൽ വേണ്ടതെന്നും അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് മണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നാളികേര സംസ്കരണ പ്ലാന്റ് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നബാർഡിന്റെയും കേരള ബാങ്കിന്റെയും സാമ്പത്തിക സഹകരണത്തോടെയാണ് പച്ചത്തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. തുടക്കത്തിൽ പ്രതിദിനം 1000 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. നാളികേര സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വർദ്ധിച്ച ഉൽപാദന ചെലവും ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടാതിരിക്കുന്നതും കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കാലം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആര് മുന്നോട്ടു പോകുന്നുവോ അതിന് ജനങ്ങൾ പിന്തുണ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പുതിയ സാധ്യതകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഭാഗമായി നമുക്ക് മുമ്പിൽ വാതിൽ തുറക്കപ്പെടുകയാണ്. സാമൂഹിക പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. അത് ബാങ്ക് ഭരണസമിതി ആയിക്കൊള്ളട്ടെ, മന്ത്രി ആയിക്കൊള്ളട്ടെ, MLA ആയിക്കൊള്ളട്ടെ, പഞ്ചായത്ത് മെമ്പർമാരായിക്കൊള്ളട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതൃത്വമായിക്കൊള്ളട്ടെ, സാമൂഹിക സംഘടനാ പ്രവർത്തന രംഗത്തുള്ളവരായിക്കൊള്ളട്ടെ, പുതിയ കാലത്തിന്റെ പുതിയ സാധ്യതകളെ മനസ്സിലാക്കി ഇടപെടാൻ പറ്റണം. അങ്ങനെ ഇടപെടുമ്പോഴാണ് കാലത്തിനോടൊപ്പം അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതിന്റെ ഗുണഭോക്താക്കൾ നമ്മളല്ല, അതിന്റെ ഗുണഭോക്താക്കൾ നാട്ടിലെ ജനങ്ങൾ. നാട്ടിലെ ജനങ്ങൾക്ക് എത്രയും വേഗത്തിൽ പുതിയ പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായ ഉത്തരവാദിത്വം. ബാങ്ക് പ്രസിഡന്റ് K. ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി V. വസന്തകുമാരി, CK. ശിവദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK. ശൈലജ, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. അനുഷ, T. രാധാഗോപി, മുരളി മുണ്ടങ്ങാട്ട്, NV. ബാദുഷ, NK. ബിച്ചുകോയ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന പുതിയപ്പ ഫിഷിംഗ് ഹാർബർ നവീകരണ പ്രവൃത്തിയും കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവൃത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ് യോജന പദ്ധതി പ്രകാരമാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. और मेरे प्यारे भाइयों एवं बहनों, आज संत सेनाजी महाराज यांची पुण्यतिथी. मी त्यांना नमन करतो. 60% കേന്ദ്ര സഹായത്തോടെ കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പദ്ധതിയിലെ വിവിധ ഘടകങ്ങളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി 20.90 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് പ്രവർത്തികൾക്കായി 5.88 കോടി രൂപയും ഭരണാനുമതിയായിരുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊയിലാണ്ടി ഹാർബറിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും ഓൺലൈനായി പങ്കെടുത്തു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. കാനത്തിൽ ജമീല MLA മുഖ്യാതിഥിയായി. മുൻ MLA മാരായ P. വിശ്വൻ, K. ദാസൻ, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, നഗരസഭാ കൗൺസിലർമാരായ VP ഇബ്രാഹിം കുട്ടി, C. ബബിത, KK വൈശാഖ്, VJ K. തട്ടാമ്പുറം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. പത്രപ്രവർത്തക പെൻഷൻ 20,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ ജനറൽ ബോഡി. സംസ്ഥാന ജനറൽ സെക്രട്ടറി R. കിരൺ ബാബു ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭരണസമിതിയും ചുമതലയേറ്റു. പത്രപ്രവർത്തക പെൻഷൻ തുക 20,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലെ തുക വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പെൻഷൻ വിതരണത്തിലെ അപാകതകളും പരിഹരിക്കണം. സെക്രട്ടേറിയറ്റിലെ പെൻഷൻ സെക്ഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും കേന്ദ്ര സർക്കാർ കൂടി പെൻഷൻ പ്രഖ്യാപിക്കണം.
EPF ഹയർ ഓപ്ഷൻ സംബന്ധിച്ച പരാതികളും പരിഹരിക്കണമെന്നും ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി R. കിരൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് മഹാരഥന്മാരായ മലപ്പുറം P. മൂസ ഉൾപ്പെടെ, അതായത് മാധ്യമ പ്രവർത്തക യൂണിയന്റെ, പത്രപ്രവർത്തക യൂണിയന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്, എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവ് മലപ്പുറം P. മൂസയാണ്. അദ്ദേഹത്തിന്റെ ജില്ലയായിരുന്നത്. അദ്ദേഹം 3 വട്ടം സെക്രട്ടറി ആയ ജില്ലയാണ്. അങ്ങനെയുള്ള നേതാക്കളുടെ പ്രവർത്തനത്തിലുണ്ടായി വന്ന ഒരു പ്രസ് ക്ലബിന്റെ ഭാരവാഹിത്വത്തിൽ സുവർണ ജൂബിലി വർഷത്തിൽ ഇരിക്കാനാവുക എന്നുള്ളത് ഒരേ സമയം വെല്ലുവിളിയും സാധ്യതയുമായിരുന്നു. സെക്രട്ടറി PS രാഗേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ PV നജീബ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ രജി R. നായർ അനുശോചന പ്രമേയവും A. മുഹമ്മദ് അസ്ലം സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വിധുരാജ് എന്നിവർ സംസാരിച്ചു. EP മുഹമ്മദ് പ്രസിഡന്റായും PK സജിത് സെക്രട്ടറിയുമായുള്ള പുതിയ കമ്മിറ്റി ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ടൂറിസം കേന്ദ്രങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ പണിയരുതെന്ന് സുരേഷ് ഗോപി MP. പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പൊതുയോഗം ഫറോക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. മുദ്രാ ലോൺ 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതിനാൽ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽദാതാക്കളായി വളരാൻ അവസരം ഒരുങ്ങുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ടൂറിസം കേന്ദ്രങ്ങളിൽ വലിയ സമുച്ചയങ്ങൾ പണിയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും അത് പ്രകൃതിയുടെ തത്വങ്ങളെ തച്ചുടയ്ക്കുമെന്നും പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. ടൂറിസം കേന്ദ്രങ്ങളിൽ ഹോം സ്റ്റേ പദ്ധതി വ്യാപിപ്പിക്കണം. കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കാൻ എഡ്യൂക്കേഷൻ ഇമോഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിക്രയ സമ്പ്രദായത്തിന് പുതിയ മാനം നൽകാനായി 2013 63,000 അംഗങ്ങളിൽ നിന്ന് തുടങ്ങി 2 ലക്ഷം അംഗങ്ങളെന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ 2024 പ്രൈഡ് ക്രെഡിറ്റ്സിന്റെ AGM ഇവിടെ തുറന്നു വെച്ചതായി വിളംബരം ചെയ്യുന്നു. സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ N. സായിറാം അധ്യക്ഷത വഹിച്ചു. പുതുച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ P. രാജവേലു, സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് R. പ്രേംകുമാർ, സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് നായർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പൗസൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സംഘത്തിന്റെ ലാഭത്തിൽ അംഗങ്ങൾക്കുള്ള വിഹിതം വിതരണം ചെയ്തു. ലാഭവിഹിതത്തിൽ നിന്ന് 15 ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തരയങ്ങൽ മുഹമ്മദ് കോയയുടെ കേരള ടു കാശ്മീർ ബുള്ളറ്റ് റൈഡിന് യാത്രയയപ്പ് നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് നേതൃത്വത്തിലാണ് യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് വൈസ് പ്രസിഡന്റായ T. മുഹമ്മദ് കോയ 30 ദിവസങ്ങളിലായി 10,000 കിലോമീറ്റർ ബുള്ളറ്റ് യാത്രയാണ് നടത്തുന്നത്. കേരളം മുതൽ കാശ്മീർ വരെയാണ് യാത്ര. മുഹമ്മദ് കോയയ്ക്ക് രാമനാട്ടുകര യൂണിറ്റ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM അജ്മൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ലത്തീഫ്, കൗൺസിലർ A. അനിൽകുമാർ, KVB ES ബേപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി K. ബീരാൻ, വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ, ഫറൂഖ് കോളേജ്, അജന്ത ബാബുരാജ്, കള്ളിയൻ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആദ്യം കിട്ടിക്കഴിഞ്ഞാല്
എത്രത്തോളം ഇവിടെ ജനകീയാക്കാൻ കഴിയുമോ അതങ്ങനെ ആക്കിയെടുത്ത് തീർക്കും. അതിനൊരു പ്രധാന സാക്ഷിയപ്പം ഞാൻ ഇപ്പോൾ അവസാനത്തെ സാക്ഷി എന്ന് പറയാം. ഇപ്പൊ ഇന്നത്തെ ഏതായാലും ഈ ഒരു യാത്ര എനിക്ക് വളരെ എന്താ പറയുക ഒരു ഊർജ്ജം കൂടി ആയിപ്പോ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെ കീഴിലാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശി ആസാം റൈഫിൾസ് മുൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർക്ക് സെപ്റ്റംബർ 4-ന് സ്വീകരണം നൽകും. 39 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അദ്ദേഹം നിരവധി സേനാ മെഡലുകൾക്കും അർഹനായിട്ടുണ്ട്. ചടങ്ങ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർക്ക് അദ്ദേഹം വിരമിച്ചതിന് ശേഷം ആദ്യമായിട്ട് കോഴിക്കോട് വരുമ്പോൾ ഒരു അനുമോദന ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് പൗരാവലിയും ലിറ്റിൽ ഡാഫഡിൽ സ്കൂളും അതുപോലെ ആസാം റൈഫിൾസ് എക്സ് സർവീസ്മെൻ അസോസിയേഷനും കൂടി സംയുക്ത ആഭിമുഖ്യത്തിലാണ്. ഏകദേശം 39 വർഷത്തോളം സർവീസ് ചെയ്തതിന് ശേഷമാണ് ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ വിരമിക്കുന്നത്. അവസാനത്തെ ഏകദേശം 3 വർഷത്തോളം കാലഘട്ടത്തിൽ അദ്ദേഹം ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിരമിച്ച ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്ന ലഫ്റ്റനന്റ് ജനറൽ PC നായരെയും അദ്ദേഹത്തിന്റെ പത്നി പുഷ്പ നായരെയും കോഴിക്കോട് പൗരാവലി ലിറ്റിൽ ഡാഫോഡിൽസ് സ്കൂൾ, ആസാം റൈഫിൾസ് വിമുക്ത ഭട സംഘടന എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആദരിക്കുന്നത്. സെപ്റ്റംബർ 4-ന് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അനുമോദന ചടങ്ങ് കോഴിക്കോട് MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനറൽ നായരുമായി ആശയവിനിമയം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ കൗൺസിലർ CP സുലൈമാൻ, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ N രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഈ ഉന്നത പദവിയിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് വരുന്നു. കോഴിക്കോട് പൗരാവലിക്ക് തന്നെ അതുപോലെ കുട്ടികൾക്കും രാഷ്ട്ര സ്നേഹം വളർത്തുന്നതിന് അദ്ദേഹവുമായിട്ടുള്ള ആശയവിനിമയം വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖലയിൽ ദുരന്ത നിവാരണ സംഘത്തിന്റെ സന്ദർശനം. നിലവിൽ നൽകിവരുന്ന മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക സഹിതം ഓണത്തിന് മുൻപ് വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് മലബാർ മേഖലാ കൺവെൻഷൻ. വൈദ്യുതി ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് 4 ജില്ലകളിൽ മാത്രം ഹിയറിംഗ് നടത്താനുള്ള KSEBയുടെ തീരുമാനം അവകാശ ലംഘനമെന്ന് ആം ആദ്മി പാർട്ടി. അധ്യാപകർക്ക് 5 വർഷത്തെ ശമ്പളം നൽകാത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് MK രാഘവൻ MP. ഇടത്തട്ടുകാരുടെ ചൂഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് കാർഷിക മേഖലയിൽ വേണ്ടതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.